ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് നായകസ്ഥാനം നഷ്ടമാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. ഏകദിനത്തിൽ തുടർന്നും കളിക്കും. ഇന്ത്യയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്തിച്ച നായകനാണ് കളം വിടുന്നത്. രോഹിത്തിന്റെ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം കേൾക്കുമ്പോൾ നമുക്കറിയാം ഹിറ്റ്മാനെ ഇനി അധിക കാലം ഇന്ത്യൻ ടീമിൽ കാണാനാവില്ല എന്നത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കഴിഞ്ഞ 2020 ലോകകപ്പിന്റെ വിജയത്തോടെ 2020യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഏകദിനത്തിൽ തുടരും എന്നാണ് രോഹിത് പ്രഖ്യാപിച്ചതെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ 38 വയസ്സ് പ്രായമുള്ള രോഹിത് 2027ലാണ് ഒരു ഏകദിന ലോകകപ്പ് നടക്കേണ്ടത്. ആ കാലം വരെ ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അനിശ്ചിതത്വം തന്നെയാണ്. അതുകൊണ്ട് ഹിറ്റ്മാനെ ഇനി അധികകാലം നമുക്ക് ഇന്ത്യൻ ജേഴ്സിയിൽ കാണുക എന്നത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് വളരെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, രോഹിത് ശർമ്മയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യം. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന അഭ്യൂഹം വളരെ ശക്തമായിരുന്നു. അതാണ് ഇപ്പോൾ പൊടുന്നനെയുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വളരെ നിരാശാജനകമായാണ് പുറത്തായത്. ആദ്യഘട്ടത്തിൽ മികച്ച തുടക്കമിട്ടെങ്കിൽ കൂടി അവസാന ടൂർണമെന്റ് പരമ്പരകളിൽ രണ്ടിലും, അത് ന്യൂസിലൻഡിനോടാകട്ടെ പിന്നീട് ഓസ്ട്രേലിയയോട് ബോർഡർ ഗാവസ്കർ ട്രോഫിയിലാകട്ടെ, ഇന്ത്യ വലിയ പരാജയം ഏറ്റുവാങ്ങി. ആ രണ്ട് പരമ്പരയിലും വളരെ നിരാശാജനകമായ ഒരു പ്രകടനമാണ് രോഹിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യൂസിലൻഡിനെതിരെ 15 റൺസ് മാത്രം ശരാശരിയിലും ഓസ്ട്രേലിയക്കെതിരെ 6 റൺസ് ശരാശരിയിലായിരുന്നു രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം. അവസാനത്തെ ടെസ്റ്റിൽ നിന്ന് രോഹിത്തിനെ മാറ്റി നിർത്തുക പോലും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നത് തന്നെ സംശയമായിരുന്നു. രോഹിത്തിനോട് പക്ഷേ ആ നിമിഷം ചോദിച്ചപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നായിരുന്നു രോഹിത് അന്ന് ഓസ്ട്രേലിയയിൽ വെച്ച് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം, രോഹിത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം അടുത്ത പരമ്പരയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകും എന്ന അഭ്യൂഹത്തിനിടെയാണ് വരുന്നത് എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇന്ത്യ ഒരുങ്ങുന്നത് ജൂണിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലേക്കാണ്. ആ ടീമിൽ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിൽ രോഹിത് ശർമ്മ എന്തായാലും ഉണ്ടാകില്ല. അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കുറിപ്പിൽ എന്തായാലും ആരാധകർക്ക് പിന്തുണ നൽകിയവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടാണ് രോഹിത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഏകദിനത്തിൽ മാത്രമാണ് ഹിറ്റ്മാനെ നമുക്ക് കാണാനാവുക.